പ്രിയമുള്ളവരെ, മത്തായി 9:12 പറയുന്നു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യരെ കൊണ്ട് ആവശ്യം. ഈ വചനം ഇവിടെ പ്രസക്തമാവുന്നത് എന്നതാണ്. നമുക്കറിയാം, സൗഖ്യദായക കൂദാശകളെ കുറിച്ചാണ് നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രോഗീലേപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു മനുഷ്യന്റെ ആത്മീയവും ശാരീരികവുമായ ഘടകങ്ങളുടെ കൂടിച്ചേരലാണ് രോഗീലേപനം, അല്ലെ? രോഗീലേപനത്തിന് ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് എന്താ പറയുക, ആത്മീയമായ നിറവുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശുവിന്റെ അത്ഭുതങ്ങൾ, അല്ലെ? യേശുവിന്റെ അത്ഭുതങ്ങളിൽ ഏറിയ പങ്കും, അല്ലെ? യേശുവിന്റെ അത്ഭുതങ്ങളിൽ ഏറിയ പങ്കും യേശു തന്റെ പരസ്യ ജീവിത കാലത്ത് നമ്മൾ പറഞ്ഞതാണ്. പരസ്യ ജീവിത കാലത്ത് തുടർന്നു കൊണ്ടുവരുന്ന യാത്രകൾ, ആ യാത്രകളിൽ കാണിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങളിൽ കാണിച്ചിരിക്കുന്ന സൗഖ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ രോഗീലേപനം ഏതൊക്കെ തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഒരു വ്യക്തിക്ക് എവിടെയൊക്കെയാണ് രോഗീലേപനം ആവശ്യമുള്ളത്? നമുക്കറിയാം, എഫാത്ത എന്ന് പറയുന്ന, തുറക്കപ്പെടട്ടെ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ബൈബിളിൽ രൂപപ്പെടുത്തിയെടുത്ത് നമ്മൾ പങ്കുവെക്കുമ്പോൾ അത് നമുക്കറിയാം, ഒരു അന്ധനായ മനുഷ്യന്റെ എഫാത്ത തുറക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ബധിരനായ ഒരു വ്യക്തിയുടെ എഫാത്ത തുറക്കപ്പെട്ടു. ഇതൊക്കെ ബൈബിളിൽ പറയുന്ന രോഗശാന്തിയുടെ വളരെ പ്രസക്തമായ ഉദാഹരണങ്ങളാണ്. അപ്പൊ ഈ രോഗശാന്തിയാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ട ആത്മീയ ഘടകത്തിന്റെ രോഗീലേപനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സഭ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടല്ലേ? എന്താണത്? കാരണം ഈ പഴയ നിയമത്തിൽ പലപ്പോഴും ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയുടെ തലമുറകളായിട്ട് ഈ ശാപം പിന്തുടരും എന്നുള്ളൊരു ഘടകം അവിടെ ഉണ്ട്, അല്ലെ? തലമുറകളായിട്ട് ശാപം പിന്തുടരും. അപ്പോൾ ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത്. അത് പഴയ നിയമത്തിൽ നമുക്കറിയാം, പുറപ്പാട് തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം പുറപ്പാട് യാത്രയ്ക്ക് കാനാൻദേശം ലക്ഷ്യമായിട്ടുള്ള യാത്രയുടെ ഘട്ടത്തിൽ മാറാവ്യാധികളും അസുഖങ്ങളും മൂലം ദൈവത്തിന് അപ്രീതിക്ക് പാത്രമായ ജനത്തെ ദൈവം എന്താ പറയുക, അത്തരമൊരു ഘട്ടത്തിലൂടെ കടന്നു വിട്ടിട്ടാണ് ദൈവത്തിന്റെ കോപം പ്രകടമാക്കിയത്. കാരണം ചില ഘട്ടത്തിലൊക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തലമുറകളുടെ ശാപം ഇവർക്ക് കിട്ടുന്നുള്ളതാണ് ഈ രോഗീലേപനവുമായി ബന്ധപ്പെട്ട് ഒരു ഇതുണ്ട്. കാരണം ഒരു അന്ധനായ ഒരു വ്യക്തിക്ക് അത് തലമുറകളുടെ ശാപമാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഘടകം ഈ പഴയ നിയമത്തിലുണ്ടായിരുന്നെങ്കിൽ യേശു അത് ഒളിച്ചെഴുതിയിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. യേശു പറയുന്ന വാക്കുകൾ കൂടി അവിടെ പ്രസക്തമുണ്ട്. അപ്പൊ ആ ഘടകങ്ങളൊക്കെ ഏതൊക്കെ ഘടകങ്ങൾ പുറത്തിറക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്, ഏതൊക്കെ രോഗശാന്തിയാണ് ഇതിന്റെ ഭാഗമായിട്ട് വന്നതെന്ന് നമുക്ക് നോക്കാം. ഉള്ളവരെ, യേശുവിന്റെ കരുതലിന്റെയും കരുണയുടെയും, അല്ലെ, കരുണയുടെയും അടയാളമാണ് രോഗശാന്തി. വളരെ കൃത്യമായിട്ട് ഓരോ ഘടകങ്ങളെ കുറിച്ചും വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നു. ആന്തരികവും ശാരീരികവുമായ സൗഖ്യം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ് രോഗീലേപനം. ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഈ കരുണയുടെ അനന്തര ഫലം എന്ന് പറയുന്നത് രോഗശാന്തിയാണ്. ഇതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാർക്കോസ് 1 പറയുന്ന കാര്യമല്ലേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. അതായത് കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിനോട് പറയുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ദൈവമേ, അങ്ങേക്ക് മനസ്സുണ്ട്, എന്നെ ആക്കണമേ എന്ന് പറഞ്ഞ് കുഷ്ഠരോഗിക്ക് അറിയുമ്പോൾ യേശു പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധത ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് ഒരു രോഗശാന്തിയുടെ വലിയൊരു അടയാളമായിരുന്നു. ഇതൊക്കെ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ചും അതിൽ ഏതൊക്കെ രോഗശാന്തിയാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കണം. അതായത് വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നത്, അല്ലെ? കാനാൻകാരിയുടെ വിശ്വാസത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. രക്തസ്രവക്കാരുടെ വിശ്വാസം നമ്മൾ കണ്ടിട്ടുണ്ട്. പാപിനിയായ സ്ത്രീയുടെ വിശ്വാസം നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തളർവാദ രോഗിയെ വരുന്നവരുടെ വിശ്വാസം, അല്ലെ? ആ രോഗിയുടെ വിശ്വാസത്തിനേക്കാളും അപ്പുറം ആ വരുന്നവരുടെ വിശ്വാസം നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ വൃദ്ധന്റെ രോഗം സൗഖ്യപ്പെടുത്തുന്നതിനായിട്ട് ശതാധിപന്റെ വിശ്വാസം, തന്റെ ദാസനായ വൃദ്ധന്റെ രോഗം സൗഖ്യപ്പെടുത്താൻ ആ ശതാധിപന്റെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യപ്പെടുന്നത് ഈ രോഗസൗഖ്യത്തിന്റെ സഭ നൽകുന്ന വിശ്വാസത്തിന്റെ വലിയൊരു അടിത്തറയാണ്. അത് തന്നെയാണ് ഈ സൗഖ്യദായക കൂദാശയിൽ പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ ഈ 8ാമത്തെ അധ്യായം ഓരോ ഘടകങ്ങളെയും കോർത്തിണക്കി ചർച്ച ചെയ്യുമ്പോൾ ഈ വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഓരോ ഘടകവും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ ദൈവത്തിന്റെ ആ കരുണയുടെ, ആ വാത്സല്യത്തിന്റെ, ആ സൗഖ്യദായകം നമുക്ക് നൽകപ്പെടുന്നത് ഇങ്ങനെയുള്ള വലിയൊരു രോഗശാന്തിയുടെ സന്ദേശം കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, നിത്യജീവന്റെ വിത്തും ഉദ്ധാരണത്തിന്റെ ശക്തിയുമാണ്. എന്താണ് ഉദ്ധാരണത്തിന്റെ ശക്തി? അതാണ് തിരുപ്പാതയം എന്ന് പറയുന്നത് അല്ലെ. തിരുപ്പാതയം ഭൗതിക ജീവിതത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് കിട്ടുന്ന കൂദാശയാണ് തിരുപ്പാതയം. അപ്പൊ ഈ തിരുപ്പാതയം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന കൂദാശ എന്ന സൗഖ്യദായക കൂദാശകളാണ്. ഈ സൗഖ്യദായക കൂദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തിരുപ്പാതയം. പലപ്പോഴും നമുക്ക് അതിന്റെ വാക്കുകൾ പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ തിരുപ്പാതയുമായി ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യതയോടുകൂടി നിങ്ങളോട് പറഞ്ഞത് അല്ലേ. അപ്പൊ ഈ രോഗികൾക്ക് നൽകുന്ന ഒരു തൈലാഭിഷേകമുണ്ട്, ഈ രോഗികൾക്ക് നൽകുന്ന ഒരു രോഗശാന്തിയുണ്ട്, ഈ രോഗികൾക്ക് നൽകുന്ന ഒരു നിത്യ വിശുദ്ധയാർന്ന ഒരു സൗഖ്യമുണ്ട്. ഇതൊക്കെ ഈ സൗഖ്യദായക കൂദാശയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അല്ലെ. അപ്പൊ ഓരോ ഘടകങ്ങളും അല്ലെ, രോഗിലാമ കൂദാശയുടെ ഫലങ്ങൾ നമുക്ക് കാണാം. ആ ഫലങ്ങളിലൂടെ ഉണ്ടാകുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് ആ ഫലങ്ങളിലൂടെ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്കറിയാം, യേശു നൽകിയ രോഗീലേപന കൂദാശ അത് പ്രാവർത്തികമായത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് യഥാർത്ഥ ശിഷ്യന്മാരിലൂടെയാണ് അല്ലെ. നമുക്കറിയാം, പെന്തക്കോസ്ത് തിരുനാളിൽ പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ കടന്നു വന്ന് അന്ന് സ്ഥാപിക്കപ്പെട്ട സഭ, ആ സഭയിലൂടെ വളർന്ന സഭാമക്കൾ, ആ സഭാമക്കളിലൂടെ വളർന്ന സഭയുടെ അടിത്തറ, അതൊക്കെ നമ്മളിലൂടെ വളർന്ന് വികസിച്ച് ഇന്നിവിടെ നിൽക്കുന്നു. അന്ന് യേശു നൽകിയ ഒരു അനുഗ്രഹം അല്ലേ, നമ്മുടെ ശിഷ്യന്മാർക്ക് നൽകിയ അനുഗ്രഹമുണ്ട്. നിങ്ങൾക്ക് പിശാചുകളെ ജനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും അല്ലെ, രോഗശാന്തി നൽകാനും ഞാൻ നിങ്ങളുടെ ജനക്കൂട്ടത്തിനിടയിലേക്ക് വിടുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ശിഷ്യന്മാർ ജനക്കൂട്ടത്തിനിടയിൽ ചെന്നുകൊണ്ട് രോഗശാന്തി നേടിയെടുത്തതും നൽകിയത്. അപ്പൊ ബൈബിൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അല്ലെ. പത്രോസ് നടന്ന വഴികളിലൂടെ ജനങ്ങൾ ആ നിഴലെങ്കിലും കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്ന പറയണം. കാരണം പത്രോസ് നൽകുന്ന രോഗശാന്തി വളരെയധികം ബൈബിളിൽ പറയുന്നുണ്ട്. ശിഷ്യന്മാർ നൽകുന്ന രോഗശാന്തി ബൈബിൾ പറയുന്നുണ്ട്. അതെ, അപ്പൊ അങ്ങനെയാണ്. അതായത് യേശുവിന്റെ നാമത്തിൽ പത്രോസ് രോഗശാന്തി നൽകപ്പെട്ടപ്പോൾ, മിശിഹ എന്ന് പറയുന്ന യേശു നൽകിയ രോഗശാന്തിയുടെ ദൗത്യം നമ്മുടെ ശിഷ്യന്മാർക്ക് നൽകിയപ്പോൾ, ഇതൊക്കെ ഈ കൂദാശയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന് യോഹന്നാൻ 10:10 പറയുന്നത്. അത് സഭ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വചനമാണ്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അപ്പൊ ഈ വചനത്തിലൂടെയാണ് നമ്മൾ ഈ കൂദാശയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൗഖ്യദായക കൂദാശകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാർന്ന കൂദാശയാണ്. പലപ്പോഴും അത് മരിക്കുന്നതിന് മുമ്പുള്ള കൂദാശ എന്നുള്ളതല്ല അതിന് പ്രധാനപ്പെട്ടത്. കാരണം ആ കൂദാശ എന്ന് പറയുന്നത് നമ്മുടെ ഒരുക്കം, നേരത്തെ പറഞ്ഞ തിരുപ്പാതയം എന്ന് പറയുന്ന കൂദാശ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നൽകപ്പെടുന്നു, അതൊരു വിത്തും അതൊരു ആത്മീയ ഘടകങ്ങളും ചേർന്ന് ഘടകങ്ങളായിട്ട് നമ്മൾ നിത്യതയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ശക്തിപ്പെടുത്തൽ കൂടിയാണ് ഈ തിരുപ്പാതയം. മിശിഹ എന്ന നിലയിൽ യേശു നൽകിയ അടയാളങ്ങളെല്ലാം ദൈവരാജ്യത്തിന്റെ ചിഹ്നങ്ങളായിരുന്നു. അതാണ് ഈ സഭ നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രോഗശാന്തിക്ക് ദൈവത്തിന്റെ കാരുണ്യവും മനുഷ്യരുടെ വിശ്വാസവുമാണ് ഇതിലൂടെ സഭ നമ്മളെ പഠിപ്പിച്ചത്. ഈ രോഗശാന്തി സഭയിൽ ശ്രേഷ്ഠന്മാർ നടത്തിയ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. അതോടൊപ്പം തൈലാഭിഷേകം ചേർത്ത് വയ്ക്കുന്നു. ഇതൊക്കെ ഈ സൗഖ്യദായക കൂദാശയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. കാരണം നമുക്കറിയാം, നമ്മളിപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ, വളരെ കൃത്യതയോടുകൂടി ക്രിസ്തുവിൽ ഇരിക്കുന്ന യുവത്വം എന്ന് പറയുന്ന അധ്യായം വളരെ മനോഹരമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സൗഖ്യദായക കൂദാശകൾ നമ്മളിലൂടെ എങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്?
ഞാൻ പറയുന്നു, ഇപ്പൊ നമ്മള് കഴിഞ്ഞ വർഷവും വർഷവും ഒക്കെ ഓർഫനേജുകൾ സന്ദർശിച്ചു, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ സന്ദർശിച്ചു, കിടപ്പ് രോഗികളെ സന്ദർശിച്ചു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ ഈ സൗഹൃദായ കൂദാശയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ സന്ദർശനവും അവരോട് കുറച്ചു നേരം സംസാരിക്കുന്നതും അവർക്ക് നൽകുന്ന പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ വലിയ അനുഗ്രഹമായി മാറുന്നത് ഈ ഒരു കൂദാശയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതൊക്കെ നമുക്ക് മറക്കാതിരിക്കാം. കാരണം ഈ രോഗി ലേപന കൂദാശയ്ക്കുള്ള ഫലങ്ങൾ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഈ രോഗി ലേപന കൂദാശയ്ക്കുള്ള എന്താ പറയുക, ആത്മീയ ചൈതന്യം വളരെ വലുതാണ്. അതിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് രോഗീലേപന കൂദാശയ്ക്ക് ഉപയോഗിക്കുന്ന തൈലം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും അടയാളം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ രോഗി ലേപന കൂദാശയുടെ കാർമ്മികൻ എന്ന് പറയുന്നത് നമുക്കറിയാം, വൈദികരാണ്, മെത്രന്മാരാണ്, അതിനോടനുബന്ധമായിട്ടുള്ള ആളുകൾ, ദൈവത്തിന്റെ പ്രതിനിധികളാണ്. അപ്പൊ നമ്മുടെ ഈ അധ്യായം കൂടെ അവസാനിക്കുമ്പോൾ അല്ലെ, നമ്മുടെ അധ്യായം അവസാനിക്കുകയാണ്. സൗഖ്യദായക കൂദാശകൾ എന്ന് പറയുന്ന അനുരഞ്ജനത്തെ കുറിച്ച്, രോഗീലേപനത്തെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അനുരഞ്ജനം എന്ന് പറയുന്ന കൂദാശ കൗൺസിലിങ്ങും അനുരഞ്ജനവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. കൗൺസിലിംഗ് അല്ല അനുരഞ്ജനം എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. അതോടൊപ്പം രോഗീലേപനം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന പ്രാർത്ഥന മാത്രമല്ല, ആ പ്രാർത്ഥനയല്ല, കാരണം അതിനുവേണ്ടി ദൈവം നൽകുന്ന ഒരു കൃപയുടെ വരദാനം കൂടിയാണ് തിരുപ്പാതയം എന്ന് പറയുന്ന ആ ഒരു കൂദാശ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ഓരോ ഘടകങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ക്രിസ്തുവിൽ വിരിയുന്ന യുവത്വം എന്ന പുസ്തകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 2 കൂദാശകൾ പഠിച്ചു അവസാനിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. കാരണം ഈ കൂദാശകളൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കൂടെയാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ഈ കൂദാശകളിലൂടെ നമുക്ക് നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ തുടരാം, കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് മാറ്റാം എന്ന് മാത്രം ആശംസിച്ച് നിർത്തുന്നു. നന്ദി.